ഹോർമുസിൽ അമേരിക്കൻ സേനയുടെ കടന്നാക്രമണത്തോടെ നിലപാട് കടുപ്പിച്ച് ഇറാൻ. അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന ഉപാധികളും സമയപരിധിയും അംഗീകരിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചു. ഇറാന്റെ പ്രതികരണം ലഭിച്ച ശേഷം തുടർ നീക്കങ്ങളെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹോർമുസിൽ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന് സൈനിക സഹായം നൽകിയ ചൈനീസ് സ്ഥാപനങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തി. ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 19 പേരും ഗസയിൽ 4 പേരും കൊല്ലപ്പെട്ടു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, പ്രതിസന്ധി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല, ആശങ്ക ഒഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇറാന്റെ നിലപാട് അത് ശക്തമാണ്. ഭീഷണിയും വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഈ പ്രതിസന്ധി എത്ര നാൾ നീണ്ടു നിൽക്കും? മധ്യസ്ഥ ശ്രമങ്ങളൊന്നും ഒരു വിധേനയും ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തകളിലേക്ക് എത്തുന്നില്ല എന്നാണോ? അനീഷ, എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഹോർമസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് 2 സൈന്യവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ പിന്നിട്ട് 24 മണിക്കൂറിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് പ്രതീക്ഷ പകരുന്നൊരു ഘടകമാണ്. പൊതുവെ ശാന്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഹോർമസ് കടലിടുക്കും പരിസരത്തു നിന്നും ലഭ്യമാവുന്നത്. പക്ഷേ അതേസമയം സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് എങ്ങനെ മറികടക്കുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനുമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ചർച്ചയിലൂടെയും ഒരുപക്ഷെ രൂപപ്പെടാനുള്ളൊരു കാര്യം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ 14 നിർദ്ദേശങ്ങളിൽ ഒരു മറുപടി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ തോതിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാനുമായിട്ട് ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാന വിഷയം എന്നത് ആണവ സാങ്കേതികത, അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അതിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഇറാന്റെ നീക്കങ്ങൾ, ഈ 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച ഉടക്കി നിൽക്കുന്നത്. അനൗപചാരിക ചർച്ചകൾക്ക് വിലങ്ങുതടിയായിരിക്കുന്നതും ഈ 2 വിഷയങ്ങളാണ്. മറ്റു കാര്യങ്ങളിലൊക്കെയും ഏറെക്കുറെ ഒരു തീർപ്പിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് എന്നാണ് പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രതീക്ഷയുമുണ്ട്, അതോടൊപ്പം തന്നെ ആശങ്കയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അരങ്ങേറിയിരിക്കുന്ന ഈ ആക്രമണത്തിലൂടെ 2 ഇറാനിയൻ കപ്പലുകൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മത്സ്യബന്ധന ബോട്ടുകൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു. 6 പേരെ മത്സ്യത്തൊഴിലാളികളെ കാണാനില്ലെന്ന ഒരു പരാതി ഇറാൻ ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഏതാനും പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഹോർമുസിന്റെ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇറാൻ സേനപ്പം നീങ്ങിയിരിക്കുന്നത്. ആ പ്രദേശത്തു കൂടി ഒരു കപ്പലുകളെയും തൽക്കാലം കടത്തിവിടേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്കാണ് ഇറാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ആ മേഖലയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ നിർദ്ദേശം ലംഘിച്ച് വല്ല കപ്പലും പോവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്നുകൂടി ഇറാൻ നേതൃത്വം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെയോട് കൂടിയെങ്കിലും ഒരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകണമെന്നായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു അന്ത്യശാസനം നൽകിയത്. അത് ഇറാൻ പൂർണ്ണമായിട്ട് തള്ളിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന പ്രതികരണ പ്രകാരം എപ്പോൾ ഈ ഒരു മറുപടി ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അറിയിക്കുന്നത് ഒട്ടും വൈകാതെ തന്നെ ആ പ്രതികരണം ലഭ്യമാവും. അത് വന്നാൽ ഉടനായിരിക്കും നേരിട്ടുള്ള ഒരു ചർച്ചാ സാധ്യത രൂപപ്പെടുക. അതോടുകൂടി നാവിക ഉപരോധം പിൻവലിക്കുകയും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കും എന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു സമാധാന നീക്കത്തെ തകിടം മറിക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും തിരക്കിട്ട നീക്കങ്ങളാണ് തുടരുന്നത്. ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ലെബനാന് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ രാത്രിയിലും ഇസ്രായേൽ സേന തുടർന്നുകൊണ്ടിരിക്കുന്നത്. 19 പേരാണ് ഇതിനകം ഇന്നത്തെ ഒരു ദിവസം മാത്രം ലെബനാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗസയിലേക്കും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. 4 പേർ അവിടെ കൊല്ലപ്പെടുകയും 1 ഡസനിലധികം പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മേഖലയിൽ ഒരു സമാധാനവും അത്തരം നീക്കങ്ങൾ ഉണ്ടാകരുത് എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി അമേരിക്ക മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ കരാറും അതോടൊപ്പം തന്നെ ഈ ചർച്ചയും അട്ടിമറിക്കാൻ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ആ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും കനത്ത ഒരു വെല്ലുവിളി കൂടിയാണ്. അനീഷ, ആദ്യഘട്ടത്തിൽ ചർച്ച പാളിപ്പോയത് അത് ലബനാനിലെ സംഘർഷ സാധ്യതകളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ അവിടെ വീണ്ടും ആക്രമണം നടന്നു എന്ന കാര്യം നാസർ തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ നോക്കൂ,
രണ്ടാം ഘട്ടത്തിൽ ചർച്ച പാളിപ്പോയത് അത് ഈ നാവിക ഉപരോധവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴത് ആ ഉപരോധം കടുപ്പിക്കുമെന്ന് US-ന്റെ സെൻട്രൽ കമാൻഡ് തന്നെ പറയുകയാണ്. പക്ഷെ അത് പിൻവലിക്കണം എന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. 14 നിർദ്ദേശങ്ങളിൽ ചർച്ച നടക്കും, അല്ലെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷയുടെ ഒരു കണിക ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഈ നാവിക ഉപരോധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് US തയ്യാറാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച പുരോഗമിക്കുന്നുണ്ടോ നാസർ? അനീഷ, അമേരിക്കൻ നേതൃത്വം US സെൻട്രൽ കമാൻഡും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കുന്നത് ഒരു കരാറിലേക്ക് ഇറാൻ എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും നാവിക ഉപരോധം പിൻവലിക്കുക. ഇത് കഴിഞ്ഞ മാസം 14 മുതലാണ് ഈ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഇറാനെ പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ട് തകർക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ ഉപരോധത്തിന് പിന്നിൽ. പക്ഷേ ഇത് തങ്ങളെ ഒരു നിലക്കും ബാധിച്ചിട്ടില്ല. ഒരുപാട് മറ്റ് ബദൽ സാധ്യതകളിലൂടെ തങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനുമുള്ളൊരു മാർഗമുണ്ട്. അതുകൊണ്ട് തുറമുഖങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ തടസ്സപ്പെടുത്തിയത് കൊണ്ട് മാത്രം തങ്ങളുടെ ജീവനാടി മുറിക്കാൻ സാധിക്കുകയില്ല എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് ഇറാൻ ഇന്ന് വൈകിട്ടും നടത്തിയിരിക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് ഇറാനെ സാമ്പത്തികമായി തകർക്കുന്നതിൽ ഈ ഉപരോധം വലിയ തോതിൽ തന്നെ പങ്കുവഹിച്ചിരിക്കുന്നത്. 3-ലധികം വിമാനവാഹിനി കപ്പലുകളാണ് ഈ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഒരു കപ്പലുകൾക്കും അവരുടെ തുറമുഖങ്ങളിലേക്ക് വരാനോ തിരിച്ചു പോകാനോ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. ഇതിനകം 58ഓളം കപ്പലുകളെ തങ്ങൾ തിരിച്ചയച്ചു എന്നുകൂടി US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഉപരോധം പിന്നിട്ട കുറേ വർഷങ്ങളായി തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏൽപ്പിക്കുന്ന ഇത്തരം ആഘാതങ്ങളൊന്നും തന്നെ തങ്ങളുടെ പൊതുവായിട്ടുള്ള ജീവിതത്തെയോ സാമ്പത്തിക സ്ഥിതിയെയോ വലിയ തോതിൽ പോറലേൽപ്പിക്കുകയില്ല. അതേസമയം സാമ്പത്തികമായിട്ടുള്ള തിരിച്ചടി, കറൻസി മൂല്യം കുറഞ്ഞത് കാരണം വിലക്കയറ്റം വലിയ തോതിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഇറാനിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപരോധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട അതിന്റെ കനത്ത പ്രത്യാഘാതങ്ങളുണ്ട്. അതുകൊണ്ട് ഇറാൻ ഇതൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലും സാമ്പത്തികമായിട്ടുള്ള ആ തിരിച്ചടികൾ മറികടക്കണമെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർണ്ണമായിട്ട് നീങ്ങണം. ചർച്ച ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ ഉപാധികൾ, അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളിൽ തങ്ങൾ ചില ഭേദഗതികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അത് അമേരിക്ക സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോർമുസിലെ നിയന്ത്രണം തങ്ങൾ നീക്കും. അതോടൊപ്പം തന്നെ അമേരിക്ക നാവിക ഉപരോധവും പിൻവലിക്കും. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും മുന്നിൽ കാണുന്നത്. എന്നിട്ട് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ മാത്രം ആണവ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ഇറാൻ നേരത്തെ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. ഏറെക്കുറെ അമേരിക്കയും അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ഏത് സ്വഭാവത്തിലായിരിക്കും ഇറാന്റെ പ്രതികരണം എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുകയാണ് തുടർ നീക്കങ്ങൾ, തുടർ ചർച്ചകളും.